ടി പി സെൻകുമാർ, കഴിഞ്ഞ ദിവസമാണ് വൈറ്റ് കോളർ ജിഹാദ് ഇതേ ഫ്ലോറിൽ ചർച്ച ചെയ്തത്. സമസ്ത മേഖലകളെയും ജിഹാദിവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആസൂത്രിത നീക്കമായിട്ടല്ലേ ഈ കോർപ്പറേറ്റ് ജിഹാദിനെ കാണേണ്ടത്? ഇതിൻ്റെ ഭീകരത വളരെ വർദ്ധിക്കുന്നത് ഇത് ഒരു സ്വതന്ത്ര ഇന്ത്യയിൽ, ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിലല്ല, ഒരു സെക്കുലർ സ്റ്റേറ്റായിട്ടുള്ള ഭാരതത്തിൽ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായിരിക്കുന്ന ഭാരതത്തിൽ ഫഡ്നാവിസ് BJP മുഖ്യമന്ത്രിയായിരിക്കുന്ന മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു കോർപ്പറേറ്റ് സംവിധാനമായ TCSൽ നടന്ന ഒരു സംഭവം ആയതിനാലാണ് ഇതിൻ്റെ തീവ്രത നമ്മളെ ഞെട്ടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കാസർഗോഡുള്ള ചിലരുടെ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഡെൻ്റൽ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, മറ്റ് വിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ എൻ മാസെ കൺവെർഷൻ നടത്തിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ TCS പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ അതിൽ ജോലിക്ക് കയറുന്ന ഉദ്യോഗസ്ഥരായിട്ട് ജോലിക്ക് കയറുന്ന കുട്ടികൾ അവിടെ പിടിച്ചു നിൽക്കാനും അവിടെ പ്രൊമോഷൻ ലഭിക്കാനും ശമ്പളം കിട്ടാനും കൂടി അവരുടെ ടീം ലീഡേഴ്സിൻ്റെയും HR മാനേജറുടെയും ഒക്കെ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി അവരുടെ വിശ്വാസങ്ങൾ മാറാനും ബീഫ് കഴിച്ചു തുടങ്ങാനും നമാസ് അവരുടെ ഓഫീസുകളിൽ ആചരിക്കാനും അതുപോലെ ഹിന്ദു ഐഡൻറ്റിറ്റി ഉപേക്ഷിക്കാനും അതുപോലെ കൺവെർഷൻ നടത്താനും നിർബന്ധിതരാക്കപ്പെടുന്നു എന്നുള്ളത് അതിഭീകരമായ സംഭവമല്ലേ? കാരണം ഈ സമയം ഇന്ത്യ ഭരിക്കുന്നത് UPA അല്ല, NDA ആണ്. അപ്പോൾ അതിൻ്റെ തീവ്രത വളരെയധികം കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏത് സന്ദർഭം കിട്ടിയാലും അത് ശരിക്കും ഇത്തരത്തിലെ കുറേ ആളുകൾ മുതലാക്കാനായി നടക്കുന്നുണ്ട് ഇന്ത്യയിൽ എന്നുള്ളത് കൃത്യമായൊരു തെളിവല്ലേ ഇത്? ഇതിലും വലിയ തെളിവ് ഇനി ആർക്ക് വേണം? മാത്രമല്ല, നിങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ അറിയാം, കേരളത്തിലെ മഹാഭൂരിപക്ഷം മാധ്യമങ്ങളും ഈ വാർത്ത കഴിഞ്ഞ 2-3 ദിവസമായി മൂടി വച്ചിരിക്കുകയാണ്. യാതൊരു വിധത്തിലുള്ള റിപ്പോർട്ടിങ്ങുമില്ല, യാതൊരു വിധത്തിലുള്ള ചർച്ചകളുമില്ല. കാരണം അവരുടെ നരേറ്റീവിന് എതിരാണ് ഇതിലെ ഫാക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ലവ് ജിഹാദ് പോലെ തന്നെ ഇത് ഒരു ആസൂത്രിതമായിട്ട് ഇത് ഒരു എന്താ പറയുന്നത്, ഒരു കോർപ്പറേറ്റ് ജിഹാദ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കോർപ്പറേറ്റിൻ്റെ മുകളിലിരിക്കുന്നത് തീർച്ചയായിട്ടും ജിഹാദികളല്ല. പക്ഷെ അതിൽ കിട്ടുന്ന ഒരു സൗകര്യം ഉപയോഗിച്ച് ടീം ലീഡേഴ്സായിട്ട് ഒരു മുസ്ലിം വരുന്നു, HR മാനേജറായിട്ടൊരു മുസ്ലിം വരുന്നു, ആരുടെ താഴെ വരുന്ന ആൾക്കാരെ പ്രഷർ ഉപയോഗിച്ച് അവരുടെ ജോലി നിലനിർത്താനായിട്ട് സമ്മർദ്ദം കൊടുത്ത് അവരെ കൊണ്ട് വീക്കിലി ടൂർസ് അല്ലെങ്കിൽ മന്ത്ലി ടൂർസൊക്കെ നടത്തിച്ച് അതിൻ്റെ ഫോട്ടോ എടുത്ത് പിന്നെയും വീണ്ടും ബ്ലാക്ക്മെയിൽ ചെയ്ത് ആ വിധത്തിലേക്ക് അവരെ കൊണ്ടുവരികയും അവസാനം നിവൃത്തിയില്ലാതെ വന്നപ്പോൾ 8 സ്ത്രീകൾ ഈ കേസ് പുറത്ത് വിളിച്ചു പറയുകയും പോലീസിൽ പരാതി കൊടുക്കുകയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. തികച്ചും ഭീതിദമായ ഒരു അന്തരീക്ഷമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നമ്മളൊക്കെ കരുതുന്നതിലും വളരെ അടിവേരുകളുള്ള ഒരു സംവിധാനം ഇവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇപ്പം കേരളത്തിൽ തന്നെ ഒരു ചർച്ചയിൽ ഞാൻ 2 ദിവസം മുന്നേ ജനത്തിൽ പങ്കെടുത്തിരുന്നു. ഇപ്പം വാർത്തകൾ കാണുന്നു, ആ കുട്ടിയെ കാണുന്നില്ല എന്ന് പറയുന്നു. അതായത് ആ 16 വയസ്സ് കഴിഞ്ഞ കുട്ടിയെ കാണുന്നില്ല എന്ന് ആ കുട്ടിയെ കല്യാണം കഴിച്ച ആ കുട്ടിയുടെ ഇരട്ടി വയസ്സുള്ള അയാൾ പറയുന്നത്, ഇപ്പോൾ അയാൾ ആ കുട്ടിയെ കാണുന്നില്ല എന്ന് പറയുന്നതായിട്ട് വാർത്ത വരുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ തീവ്രമായിട്ടുള്ള കാര്യങ്ങളാണ്. തികച്ചും എന്താണ് പറഞ്ഞ കർശനമായ നടപടികൾ. മാത്രമല്ല, ഈ കാര്യങ്ങളിൽ ഒന്ന്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പോഷ് ആക്ട് നിലവിലുള്ളതാണ്. പോഷ് ആക്ട് അനുസരിച്ച് ഇത്തരത്തിലുള്ള ഏതെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ നോട്ട് ചെയ്യുകയും അതിനെതിരെ നടപടികൾ എടുക്കുകയും ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ട് TCSൽ പോഷ് ആക്ട് നടപ്പായില്ല എന്നുകൂടി നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നതിനോടൊപ്പം തന്നെ
പോഷ് ആക്ട് എന്തുകൊണ്ട് നടപ്പായില്ല? പഴയ വൈശാഖ ജഡ്ജ്മെൻ്റ് അനുസരിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും വന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചുണ്ടാക്കിയിട്ടുള്ള പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഒഫൻസസ് അറ്റ് വർക്ക് പ്ലേസസ്, ആ പോഷ് ആക്ട് എന്തുകൊണ്ട് നടപ്പാക്കിയില്ല എന്നുകൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും ചർച്ച തുടരട്ടെ.